ഹായ്, ഞാൻ പ്രതാപൻ. നമ്മുടെ കൈവശമുള്ള ആധാർ കാർഡിലുള്ള വിവരങ്ങൾ പലപ്പോഴായിട്ട് പല മാറ്റങ്ങൾ വരുന്നുണ്ടാവാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളത് കാലാകാലങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാലഹരണപ്പെട്ട ഡേറ്റകളുള്ള ആധാർ കാർഡുമായിട്ട് നമ്മൾ പല ഗവൺമെൻറ് ഓഫീസുകളും പല ആവശ്യങ്ങൾക്ക് പല അപേക്ഷകൾ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ നിരസിക്കപ്പെടുന്നത് കൊടുത്ത വിവരങ്ങൾ തെറ്റായിട്ടുള്ളതുമാണ്. അതേപോലെ തന്നെ നമ്മൾ ആധാർ കാർഡിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് തന്നെ നമ്മൾക്ക് പലപ്പോഴായിട്ട് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ആധാർ കാർഡിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും പുതുക്കുന്നതിനു വേണ്ടി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് 2024 സെപ്റ്റംബർ 14 മുമ്പായിട്ട് ആധാർ കാർഡിലുള്ള അഡ്രസ്സ് സാമ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 14 മുമ്പായിട്ട് നമ്മൾ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ടാണ്. അതിനുശേഷം അത് ചാർജബിൾ ആണെന്നുമാണ് ഗവൺമെൻറ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറുമുള്ള ഏതൊരു വീട്ടിലും അവരുടെ എല്ലാവരുടെയും അംഗങ്ങളുടെ ആധാർ കാർഡിൽ അഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതിനായി ഒന്നുകിൽ നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പികൾ സ്കാൻ ചെയ്തതോ, അതല്ല എന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ID കാർഡോ, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള നമ്മുടെ അഡ്രസ്സ് തെളിയിക്കപ്പെടുന്നതായിട്ടുള്ള രേഖകൾ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ആധാർ കാർഡിലേക്കുള്ള വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങാനായിട്ട്. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വീട്ടിലിരുന്നെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാക്കണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് എങ്ങനെയാണ് ആധാർ കാർഡിലുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ അഡ്രസ്സ് പ്രൂഫുകളും അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ എടുത്തിട്ട് ആധാർ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് നമ്മൾ മൈ ആധാർ കാർഡ് എന്ന് പറയുന്ന സൈറ്റിനെ ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൽ പ്രത്യേകം നമ്മൾ സെർച്ച് ചെയ്താൽ മാത്രം മതി, നമുക്കവിടെ ലഭ്യമാകും. വിവിധ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. നമ്മൾക്ക് വേണ്ടുന്നത് മൈ ആധാർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ലഭ്യമാകുന്നത് ലോഗിൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമടങ്ങിയ ഒരു പേജായിരിക്കും. ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിന്ന് നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കുക, ആധാർ കാർഡിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിലേക്ക് OTP വന്നെങ്കിൽ മാത്രമേ നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾക്ക് പല ഭാഷകൾ ചൂസ് ചെയ്യാം. മലയാളം വേണമെങ്കിൽ മലയാളം തന്നെ ചൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. ലോഗിൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു പേജ് വരുന്നുണ്ട്. ആ പേജിൽ നിന്ന് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന അതേ രീതിയിലുള്ള നമ്പറുകളും ലെറ്ററുകളെയും നമ്മൾ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ വിത്ത് OTP പറയുക. ലോഗിൻ വിത്ത് OTP പറയുന്ന സമയത്ത് ഈ സ്ക്രീൻ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെടുകയും അവിടെ നമുക്ക് OTP എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കൂടെ പ്രത്യക്ഷപ്പെടും. കറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ SMS-ൽ നിന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പേജിൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓപ്ഷൻ അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട് യുവർ ആധാർ നീഡ് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്, കൈൻഡ്ലി ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് യുവർ പ്രൂഫ് ആൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് പ്രൂഫ് ഫോർ അഡ്രസ് ഡോക്യുമെൻ്റ്. അപ്പോൾ അതിവിടെ പ്രത്യേകം പറയുന്നുണ്ട് ദിസ് സർവീസ് ഈസ് ഫ്രീ ഫോർ കോസ്റ്റ് ടിൽ 14th സെപ്റ്റംബർ 2024. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൽ നിന്ന് നമ്മൾ
ചെയ്യേണ്ടത് പ്രൊസീഡ് ടു അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ. അപ്പോൾ അടുത്ത പേജിലുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആ സ്ക്രീനിൽ ഉണ്ടാവും. വായിച്ച് നോക്കുക, കറക്റ്റാണോ നോക്കുക. അതിനുശേഷം നമ്മൾ ഐ വെരിഫൈ ദാറ്റ് എബൌട്ട് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അടുത്ത പേജ് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നമുക്ക് തരുന്ന നിർദ്ദേശം ഇതാണ്. പ്രൂഫ് ഓഫ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റും മറ്റുള്ള അനുബന്ധ ഡോക്യുമെൻറ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശത്തിൻ്റെ അടുത്ത പേജിലേക്ക് പോകാനുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയും നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ പ്ലീസ് അപ്ലോഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി POI ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. സെലക്ട് എ വാലിഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ വാലിഡ് ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് കോപ്പി ആണെങ്കിൽ അങ്ങനെ, ആധാർ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അങ്ങനെ കുറേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്ക്രീനിൽ കാണിക്കും അത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള പ്രോഗ്രസ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് അപ്ലോഡ് പ്രൂഫ് ഓഫ് അഡ്രസ്സ്, അത് രണ്ടും സെയിം തന്നെ നമ്മൾ കൊടുത്തിരുന്നാൽ മതിയാവും. അത് ഒന്ന് ചോദിക്കുന്ന പ്ലീസ് അപ്ലോഡ് ദ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, നമ്മൾ ഐഡൻറ്റിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് അതേ സെയിം ഐറ്റംസ് തന്നെ നമുക്ക് അഡ്രസ്സ് പ്രൂഫായിട്ടും കൊടുക്കുക. അതും ഇതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഏത് ഡോക്യുമെൻ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് ചൂസ് ചെയ്തതിന് ശേഷം അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ദി സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ 14 സെപ്റ്റംബർ 2024 എന്നുള്ളത്. സെപ്റ്റംബർ ഈ വർഷം 2024 സെപ്റ്റംബർ 14 വരെ നമുക്കിത് ഫ്രീ ഓഫ് കോസ്റ്റാണ്, അത് സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കും. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് കാണിക്കും, പേയ്മെൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം കാണിക്കും, അതുപോലെ തന്നെ എമൗണ്ട് എത്രയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അത് അത്രയും കാര്യങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിൻ്റേതായിട്ടുള്ള അക്നോളജ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പറ്റുന്നുണ്ട്. അതിനുശേഷം ഗോ ടു ഡാഷ്ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൈ ആധാർ കാർഡ് എന്ന് പറയുന്ന ആധാർ കാർഡിൻ്റെ ഹോം പേജിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഗോ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ വിവരങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. അതിനകത്ത് ആധാർ കാർഡിൻ്റെ നമ്പർ ഉണ്ടാവും, അതിൻ്റെ സർവീസ് റിക്വസ്റ്റ് നമ്പർ ഉണ്ടാവും, ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, എത്ര രൂപ പേ ചെയ്തു, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, റിക്വസ്റ്റ് ടൈപ്പ് എന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈ ആധാർ കാർഡ് എന്ന് പറയുന്നതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെ ടൈപ്പാണെന്നുള്ള ഡീറ്റെയിലും അതിൻ്റെ റിക്വസ്റ്റ് നമ്പറും അതേപോലെ അതിൻ്റെ സ്റ്റേജ് എന്താണ്, വെരിഫിക്കേഷൻ സ്റ്റേജ്, നെക്സ്റ്റ് 7 days ആണ് മാക്സിമം ഇവർ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവരെടുക്കുന്നത്. അതിനുള്ളിൽ അത് അപ്ഡേറ്റ് ചെയ്യും. എന്തെങ്കിലും റിജക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കവിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് വെരിഫിക്കേഷൻ സ്റ്റേജാണ് കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴോട്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.